നിജമാന കാതൽ അങ്ങനെയൊക്കെ പറയുന്നു. ആണോ ഇനി പാട്ടുപാടിയല്ലേ? അതെ, പാട്ട് മാത്രം ഉള്ളപ്പോ ഒറിജിനൽ ഒന്നുമല്ല ഗൈസ്. നല്ല നല്ല വെയിലാണ് ഗൈസ്, കരിഞ്ഞു പോകുന്ന ഗൈസ്. ഇന്ന് ഞങ്ങൾ ഒരു ചെറിയ ഷോപ്പിങ്ങിലാണ്, അതും എൻഗേജ്മെന്റ് റിലേറ്റഡ് ആയിട്ട്. നമ്മൾ ഇത് ഫസ്റ്റ് റൗണ്ട് ആണല്ലേ? അല്ല, വളരെ വളരെ യാദൃച്ഛികമായി പെട്ടെന്ന് തീരുമാനിച്ചത് എൻഗേജ്മെന്റ് ആയിപ്പോയി. ഐ മീൻ ഞാനൊരു 2 മാസം പ്രതീക്ഷിച്ചു, പക്ഷെ അത് കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ തന്നെ നമുക്ക് ഓണത്തിന് മുന്നേ ചെയ്യണം എന്നുള്ളൊരു തീരുമാനമായി. അങ്ങനെ പെട്ടെന്ന് ഇടിപിടിന്നുള്ളൊരു ഷോപ്പിങ്ങും പരിപാടിയൊക്കെയാണ്. അതെ, അപ്പൊ നമ്മള് ഇടിപിടി എന്നുള്ള ഷോപ്പിംഗ് പരിപാടിയൊക്കെ ആയിട്ട് നമ്മളിപ്പം ഓരോരോ കടകൾ കയറി ഇറങ്ങാൻ വേണ്ടി പോവാണ്. എങ്ങോട്ടൊക്കെയാണ്, എന്തൊക്കെയാണ് എടുക്കാൻ അതാണ് കോമഡി. എന്താണ് ഇന്ന് എടുക്കാൻ പോണേന്ന് അറിയാൻ പാടില്ല. എന്താണ് നിധി ഇന്ന് എടുക്കാൻ പോകുന്നത്? ഒരു ഐഡിയ ഇല്ല. നമ്മൾ തുണി ഇട്ടിട്ടാണോ എൻഗേജ്മെന്റിന് പോകുന്നത്? അതങ്ങനെയല്ലേ പാടുള്ളൂ. അങ്ങനെ പാടുള്ളല്ലോ, അല്ലെങ്കിൽ നാട്ടുകാരെന്ത് വിചാരിക്കും? പക്ഷെ നമ്മൾ അവരെയും കൂടെ നോക്കണമല്ലോ. അത് കൊള്ളാലേ, അത് നോക്കി ഫാഷൻ. അതാണ് ഞാൻ പറഞ്ഞത്, അത് നല്ല രസമുണ്ട് അതിന്റെ ഔട്ട്ഫിറ്റ്സ് ഒക്കെ. ഇങ്ങനെ കുറെ കടയുണ്ട്, ഞാൻ ഇങ്ങനെ ഓരോരോ കട കാണിച്ചു കൊടുക്കും, എവിടെയെങ്കിലും കയറിയാൽ മതിയായിരുന്നു. നമ്മൾ ഇന്ന് പോകുമ്പം ഏറ്റവും കൂടുതൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. എവിടെയൊക്കെയാണ് നല്ല നല്ല ഔട്ട്ഫിറ്റ്സ്, അതും അഫോർഡബിൾ റേറ്റിൽ കിട്ടാൻ പോകുന്നതൊക്കെ നമ്മൾ ഈ ബ്ലോഗിൽ പറയുന്നതായിരിക്കും അല്ലേ? അതെ, ഫസ്റ്റ് ഔട്ട്ഫിറ്റ് എന്താണെന്ന് തീരുമാനിക്കണം. അവിടെ പോയി നല്ലത് കാണുമ്പോ എടുത്തിടാന്നാണോ? അല്ലല്ലോ, ഞാൻ അങ്ങനെയാണ് അത് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു സംഭവം നടക്കില്ല എന്നും എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പിന്നെ ഒഴിവാക്കി. ഞാൻ പിന്നെ നമുക്കൊരു ലെഹങ്ക എടുത്താലോടെ. അല്ല, നീ ഇങ്ങനെ പറയുകയാണെങ്കിൽ നിന്റെ മൈൻഡിൽ എന്തായാലും എന്തെങ്കിലും ഐഡിയ ഇല്ലാതെ നീ എന്നെ വിളിച്ചോണ്ട് ഇറങ്ങത്തില്ല. അറിയാം, മനസ്സിലാക്കിയിരിക്കുന്നു. ഓക്കെ, ഞാൻ ലെഹങ്ക അല്ലെങ്കിൽ ഒരു ഗൗൺ എടുത്താലോ എന്നാണ് ആലോചിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഗൗൺ റിസപ്ഷൻ ആക്കിയിട്ട് എൻഗേജ്മെന്റിന്റെ റേറ്റിക്ക് നമുക്ക് ലെഹങ്ക പിടിച്ചാലോ? നീ എന്താണെന്നറിയോ, നമുക്ക് വെസ്റ്റേൺ ഒരു എന്താ പറയാ, എനിക്ക് രണ്ട് ചെയ്യണം. പക്ഷേ ഓക്കെ, ഒന്നും പറയുന്നില്ല. ഇപ്പൊ എനിക്ക് മാത്രം ഒന്നും ചേരാത്തുള്ളതാണ് അവൻ പറയാണ്ട് പറഞ്ഞത്. ഓക്കെ ഓക്കെ, ആ നമുക്ക് എന്തായാലും ഞങ്ങൾ പോയിട്ട് ബാക്കിയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം ഗൈസ്. അതെ, അങ്ങനെ നമ്മൾ ആദ്യം ശരവണ സ്റ്റോഴ്സിൽ വന്നിരിക്കുകയാണ് അല്ലേ? അങ്ങനെ ശരവണ സ്റ്റോഴ്സ് പാർക്കിങ്ങിൽ എത്തിയപ്പോഴാണ് കോമഡി. ഞങ്ങൾ ഇവിടെ ശരവണ സ്റ്റോഴ്സിൽ വന്നേക്കാണ്. അപ്പോൾ ബേസ്മെന്റിൽ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മുടെ ലിഫ്റ്റൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ഇത് ഇവിടെ ഒരു പെങ്കൊച്ചിനെ കണ്ടു. കൊള്ളാലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഭംഗിയൊക്കെ ആസ്വദിക്കുന്ന സമയത്ത് നമ്മുടെ കിഡി ഇവൻ പറയാ, ദാ നോക്കൂ, ആളുടെ ബ്ലൗസിൻ്റെ അതിവിടെ ഒരു ത്രെഡ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നൊന്ന്. അപ്പോൾ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന് ചെറുതായിട്ടൊന്ന് പൊക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ ദാണ്ടടാ ഒരു ഈച്ച. ഈച്ചനെ പോലെ എഡിറ്റ് ചെയ്ത് മാറ്റിയില്ല ഒരു പാവങ്ങളത് മറന്നു എന്ന് തോന്നുന്നത്. അത് വേണമെങ്കിൽ ഞാൻ സൂം ചെയ്ത് കാണിച്ചത്. അപ്പം ഞങ്ങൾ അങ്ങനെ ഓരോരോ ഫ്ലോർ ബൈ ഫ്ലോറായിട്ട് കയറി ഇറങ്ങി നടക്കുമായിരുന്നു ഗൈസ്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഒരൊറ്റ ഷോപ്പിൽ കയറിയിട്ട് ഒരേ ഒരു ലെഹങ്ക കണ്ടു, ഇഷ്ടപ്പെട്ടു, എടുത്തിട്ട് വരുന്ന ഒരു അവസ്ഥ എനിക്കുണ്ടായത്. അതെൻ്റെ എൻഗേജ്മെൻറ്റിനാന്ന് പറഞ്ഞിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു, അതിനകത്ത് ഞാൻ സാറ്റിസ്ഫൈഡ് ആയി. വേറെ ഒരു ഷോപ്പിൽ പോകേണ്ടി വന്നില്ല. അതുകൊണ്ടാണ് ഗൈസ്. അല്ലെങ്കിൽ വേറെ ഷോപ്പിൽ പോയി നമുക്ക് അഫോർഡബിൾ റേറ്റിലുള്ള കണ്ടുപിടിക്കാമായിരുന്നു. ഈ ഡ്രസ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ പാട്. അത് ആദ്യമേ അങ്ങ് തീർന്നു കഴിഞ്ഞപ്പോഴേക്കും വലിയൊരു സമാധാനമായി. ഹലോ, അപ്പോൾ നമ്മൾ ലെഹങ്ക എടുത്തിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഏതാണ് ലെഹങ്ക എടുത്തത്? പൊക്കി കാണിക്കൂ. ഭയങ്കര വെയിറ്റ് സാധനം. ഇത് ഇങ്ങനെ ഇട്ട് നടക്കുന്നത്. അതാണ്
ഈ വെയിറ്റ് ആണ് നിങ്ങൾ വിട്ട് നടക്കാൻ പോകുന്നത്. ആ പെൺപിള്ളേര് എന്തൊക്കെ സഹിച്ചിട്ടാന്ന് പറയും ഒരു കല്യാണം കഴിക്കുന്നത്. നിങ്ങൾക്ക് എന്താ അറിയണം, താലിത് കെട്ടിയാ പോരെ? അല്ലേ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. എന്താ മുണ്ടെടുക്കേണ്ട ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. മുണ്ടെടുക്കേണ്ട ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. മുണ്ടെടുക്കണവരുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. നമ്മൾ ഈ ലെഹങ്ക 1.5 കിലോ 2 കിലോ വരുന്ന ലെഹങ്ക ഇട്ട് നിൽക്കുന്നതിന് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല ഗായ്സ്. അപ്പോൾ ഞാനിവിടെ അവന് സ്യൂട്ട് എടുക്കാൻ വേണ്ടി വന്നേക്കാണ്. അപ്പോൾ ഒരു ഗ്രീൻ കളറാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. കാരണം എൻ്റെ ലെഹങ്കയിൽ ഇല്ലാത്ത കളറില്ല, എല്ലാ കളറുണ്ട്. അപ്പോൾ ഏത് കളർ എടുത്താലും അവന് മാച്ചിങ് ആയിരിക്കും. അപ്പം ഞാനൊരു പിസ്ത ഗ്രീൻ കളറാണ് നോക്കിയത്. അപ്പോൾ നോക്കാം നമുക്ക്. അവൻ ട്രയൽ റൂമിൽ കയറിയിട്ടുണ്ട്, നോക്കാം. നോക്കട്ടെ. യെസ്, അറ്റ് ലാസ്റ്റ് നമ്മൾ ഡ്രസ്സ് എടുത്തു. വെയിറ്റ് കാരണം ഞാനൊരു ഹാങ്ങർ കണ്ടുപിടിച്ചു, നടക്കുന്ന ഹാങ്ങർ. ഫോട്ടോയൊക്കെ ഇടുന്നുണ്ടല്ലോ. എല്ലാം കഴിക്കാം, വിശക്കുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെ അച്ഛൻ്റെ ഷർട്ടും മുണ്ടും വാങ്ങിച്ചു. കാണിച്ചടാ ഇപ്പം തന്നെ അവന് താങ്ങുന്നില്ല. ഇനിയിപ്പോൾ അവിടെ പോയി കുറച്ച് സാധനം കൂടെ വേറെ വാങ്ങിക്കാനുണ്ട്. അവനെ നമുക്ക് താങ്ങിക്കാം. ഗായ്സ്, ഞങ്ങളങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എങ്ങോട്ടാണ് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്? എന്നെ ഡ്രോപ്പ് ചെയ്യാൻ പോവാണ്. യെസ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ വിചാരിച്ചു, അതെ ക്ഷീണം, ആ ഒരു ക്ഷീണത്തിന്റെ പുറത്ത് ഞങ്ങൾ വിചാരിച്ചു ശരി എന്നാ പിന്നെ ഒരു സിനിമയോടെ കണ്ട ക്ഷീണം അങ്ങ് തീർക്കാം എന്ന് വിചാരിച്ചു ഒരു സിനിമ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് പോവാണ്. ഇപ്പൊ സിനിമയ്ക്കാട്ടോ പോണത്. ഓക്കെ, അപ്പൊ സിനിമ കണ്ടിട്ട് വിളിക്കാന്ന് സോറി സിനിമ കണ്ടിട്ട് നമ്മള് പിന്നെയും കാണുന്നതായിരിക്കും. അങ്ങനെ ഇങ്ങനെയൊന്നും ഞങ്ങൾ അങ്ങനെ ഒഴിവാക്കാൻ പോകുന്നില്ല. വീണ്ടും സന്ധിക്കും. വണക്കം.